ശബരിമലയിലെ സ്വർണ്ണപ്പാളി കടത്തുമായി ബന്ധപ്പെട്ട് മോഷണവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വാർത്തകളും അന്വേഷണ രീതികളും പുറത്തു വരുന്നു. അന്വേഷണത്തിന്റെ വിവരങ്ങളും പുറത്തു വരുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റി അടക്കം, അതുപോലെ ഇപ്പോൾ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത്, അതുപോലെ തന്നെ തന്ത്രി കണ്ഠര രാജീവര് തുടങ്ങിയ ആളുകളെ പ്രധാന പ്രതികളാക്കി അന്വേഷണം കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിപ്പിക്കാനും ഈ 9 പേരെ കേന്ദ്രീകരിച്ച് ഇവർക്ക് ആരൊക്കെ സഹായം ചെയ്തു കൊടുത്തു, ഇവരുടെ പിന്നിൽ പ്രവർത്തിച്ചത് ആരൊക്കെ, ഇവരാരുടെ നിർദ്ദേശപ്രകാരം ഈ കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ പരിശോധനകൾ ആവശ്യമാണ് എന്നുള്ള ഒരു തീരുമാനത്തിലാണ് SIT ഇപ്പോൾ എത്തിയിരിക്കുന്നത്. 9 പേർക്ക് ഇതിൽ വ്യക്തമായി പങ്കുണ്ട്. ചട്ടങ്ങൾ മറികടന്ന് പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറിയതിൽ ദുരൂഹതയുണ്ട്, യാതൊരു തർക്കവുമില്ല എന്ന് SIT പറയുന്നു. SIT ഹൈക്കോടതിയിൽ നൽകിയ റിപ്പോർട്ടിലാണ് ഇത് സംബന്ധിച്ച് വ്യക്തമായ സൂചനകൾ ഉള്ളത്. 2019 വീഴ്ചകൾ മറയ്ക്കാനായിരുന്നു പലപ്പോഴും നീക്കം. 6 വർഷത്തിനുള്ളിൽ സ്വർണത്തിന്റെ നിറം മങ്ങിയിട്ടും മുൻ ബോർഡ് അന്വേഷണത്തിന് തയ്യാറായില്ല. വാറന്റിയുണ്ട് എന്ന പേരിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പാളികൾ കൈമാറിയെന്നും റിപ്പോർട്ടിൽ പറയുന്നു. അതേസമയം സ്വർണം നഷ്ടമായില്ലെങ്കിലും അഴിമതി നിരോധന വകുപ്പ് പ്രതികൾക്കെതിരെ നിലനിൽക്കും എന്ന് SIT വ്യക്തമാക്കുന്നു. ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്ത്, ബോർഡ് അംഗങ്ങളായ അജികുമാർ, സന്തോഷ് കുമാർ, തന്ത്രി കണ്ഠര രാജീവര്, തിരുവാഭരണം കമ്മീഷണർ, അതുപോലെ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി, പങ്കജ് ഭണ്ഡാരി, ഗോവർദ്ധൻ എന്നിവരാണ് പ്രതികളാകുന്നത്. പ്രതിപട്ടികയിൽ നിന്ന് മരണപ്പെട്ടുപോയ മുരാരി ബാബുവിനെ ഒഴിവാക്കിയിട്ടുണ്ട്. പ്രതിപട്ടിക കൊല്ലം വിജിലൻസ് വകുപ്പിന് കൈമാറും. ഇത് സംബന്ധിച്ച ബാക്കി അന്വേഷണങ്ങളൊക്കെ തന്നെ നടത്തേണ്ടതുണ്ട് എന്ന് SIT പറയുന്നു. വിജിലൻസ് അടക്കം ഇതിൽ ഇടപെട്ടുകൊണ്ട് ആണ് അന്വേഷണങ്ങൾ പോകുന്നത്. മാത്രമല്ല, ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം ഈ കേസിന്റെ അന്വേഷണം തുടക്കം മുതൽ നടന്നത് ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരവും ഹൈക്കോടതിയുടെ തീരുമാനപ്രകാരവുമാണ്. അപ്പം ഇതിൽ കൃത്യമായി ആളെ കണ്ടെത്തി അല്ലെങ്കിൽ പ്രതികളെ കണ്ടെത്തി അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരേണ്ട ഉത്തരവാദിത്വം തീർച്ചയായിട്ടും SITക്കുണ്ട്. SITയിൽ മാറ്റങ്ങൾ ഉണ്ടാകുമോ എന്നുള്ള ചില ചോദ്യങ്ങളും ഇതിനിടയിൽ വരുന്നുണ്ട്. കാരണം ഇത് ഇടതുപക്ഷ സർക്കാരിന്റെ കാലത്ത് നിയോഗിച്ച SIT ആണ്. ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം രൂപീകരിച്ച SIT ആണെങ്കിൽ പോലും അതിൽ ചില പോലീസുകാർ അല്ലെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥർ CPMന് വേണ്ടി, CPM എന്ന പാർട്ടിക്ക് വേണ്ടി വിടുവേല ചെയ്യുന്നവരാണ് എന്നുള്ള പരാതി തുടക്കം മുതൽ തന്നെ ഉണ്ടായിരുന്നു. S ശശിധരൻ എന്ന വ്യക്തിയാണ് ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് ഈ ടീമിനെ നയിക്കുന്നത്. അപ്പം അദ്ദേഹത്തിന്റെ കീഴിലുള്ള ചില പോലീസുകാർ ഇതുപോലെ പാർട്ടിക്ക് വേണ്ടി ചില തിരിമറികൾ നടത്താനുള്ള സാധ്യതയുണ്ട് എന്നുള്ള സംശയമുണ്ടായിരുന്നു. PS പ്രശാന്ത് കോൺഗ്രസ്സുകാരനായിരുന്നു. അയാൾ പിന്നീട് CPMൽ ചേക്കേറുകയും ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുക്കുകയും ചെയ്തു. മാത്രമല്ല, ഇദ്ദേഹം പലയിടത്തായിട്ട് പല രീതിയിൽ പലരുടെയും പേരിൽ ചില സ്ഥലങ്ങളുമൊക്കെ വാങ്ങിക്കൂട്ടിയിട്ടുണ്ട് ഈ ഒരു കാലഘട്ടത്തിൽ എന്നുള്ള ചില പരാതികളും ആരോപണങ്ങളും ഒക്കെയുണ്ട്. ഇതെല്ലാവരും ചേർന്ന ഈ 9 പേരും ചേർന്ന ഒരു പരിപാടിയാണ്, അല്ലെങ്കിൽ വലിയ ഒരു തട്ടിപ്പാണ് നടന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ മുൻനിർത്തി ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരും ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് അടക്കമുള്ള ആളുകളും ഒക്കെ, തന്ത്രി കണ്ഠര രാജീവരും അടക്കം, കാരണം അദ്ദേഹത്തിന് ഈ ഒരു വിഷയത്തിൽ ഇടപെടാനാകില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും അതിൻ്റെതായ ഒരു ഉത്തരവാദിത്തമുണ്ട്. അദ്ദേഹം ആ ഒരു ഉത്തരവാദിത്തം നിറവേറ്റിയില്ല. PS പ്രശാന്തിനെ അറസ്റ്റ് ചെയ്യാനുള്ള എല്ലാവിധ നീക്കങ്ങളും ഉണ്ടാകും എന്ന ചില സൂചനകളും പുറത്തു വരുന്നുണ്ട്. തന്ത്രി കണ്ഠര രാജീവരെ വീണ്ടും ചോദ്യം ചെയ്യാനും വീണ്ടും അറസ്റ്റ് രേഖപ്പെടുത്താനും അങ്ങനെയുള്ള ചില നിയമ നീക്കങ്ങളും ഇതിൽ നടക്കുന്നുണ്ട്. തുടർ അന്വേഷണം എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കാനുള്ള ഒരു തീരുമാനത്തിലാണ് ഇപ്പോൾ SIT. ഹൈക്കോടതി റിപ്പോർട്ട് സ്വീകരിച്ച ശേഷം, അത് നിരീക്ഷിച്ച ശേഷം എന്താകും അതുമായി ബന്ധപ്പെട്ട ഉത്തരവ് ഇറക്കുക എന്ന് തീർച്ചയായിട്ടും SIT കാത്തിരിക്കുകയാണ്. അതനുസരിച്ചുള്ള കൃത്യമായ നടപടിക്രമങ്ങൾ ഉണ്ടാവുക തന്നെ ചെയ്യും.